ഇന്ത്യയിൽ പ്രീമിയർ ലീഗിന് ഒരുപാട് ആരാധകരുണ്ട്. പ്രീമിയർ ലീഗിലെ ടീമുകൾക്ക് ഇന്ത്യയിൽ ഒരുപാട് ആരാധകരുണ്ട്. പറയുന്നത് നമ്മുടെ സ്വന്തം മോദിജി. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു ടെൻമർക്ക്. കഴിഞ്ഞ ദിവസം മോദിജിയുടെ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. അതായത് പ്രീമിയർ ലീഗിലെ അണ്ണന്റെ കൂടെ ട്രോഫി ഒക്കെ കൂടെ ഇങ്ങനെ നിന്നിട്ടൊരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുണ്ടായിരുന്ന കുറിപ്പ് ഇങ്ങനെയാണ്. അതായത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് ഒരുപാട് ആരാധകരുണ്ട്. പ്രീമിയർ ലീഗിലെ ടീമുകൾക്ക് ഒരുപാട് ആരാധകർ ഇന്ത്യയിലുണ്ട്. അവര് ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർ ഭയങ്കരമായി പ്രീമിയർ ലീഗിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പോസ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിന്റെ തൊട്ട് താഴെ നമ്മുടെ ആകാശ് മിശ്ര വന്നിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കമന്റ്. അതായത് ഇന്ത്യൻ ഫുട്ബോളിനെ കൂടെ ഒന്ന് കാണൂ സാർ, ദേക്കോ ജി എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നമ്മുടെ പ്രധാനമന്ത്രിയോട് ഇന്ത്യൻ ഫുട്ബോളിനെ കൂടെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യൻ നാഷണൽ പ്ലെയർ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാല് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഒരാള് ഇതിനുള്ള ഒരു ധൈര്യം കാണിച്ചു, അല്ലെങ്കിൽ ഒരാൾ ഇതിനു വേണ്ടിയിട്ട് മുമ്പോട്ട് വന്നു എന്നുള്ളത് സാധാരണ നമ്മൾ കാണാറുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന പ്രതിസന്ധി ഏത് ഘട്ടത്തിലൂടെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും എല്ലാവരും റോഡിലേക്ക് തെരുവിലിറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പ്രതിഷേധം എന്ന പേരിൽ റോഡിലിറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയുമായിട്ടും നമ്മുടെ ഒരു ലെജൻസും അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ആരാധകരും ഇതിന് വേണ്ട രീതിക്കുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് സഹൽ അബ്ദുൽ സമദിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, ദ ക്യൂ സ്റ്റുഡിയോ, അവരുടെ ഒരു ഇന്റർവ്യൂ. അതിൽ എനിക്ക് നമ്മൾ ആ ഇന്റർവ്യൂയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ അതിൽ പറയാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഇന്റർവ്യൂല് സഹലിനെ ഭയങ്കര സേഫ് ആക്കിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പാകത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസും ഈ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ കാണുന്നത് പോലെ സഹലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ, സഹലിന്റെ ഇഷ്ടഭക്ഷണം, സഹല് കളിച്ച് വളർന്ന ഗ്രൗണ്ട്, സഹൽ വന്ന വഴി, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കുശലങ്ങൾ ചോദിച്ച് ആ ഇന്റർവ്യൂ അങ്ങ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥയെ പറ്റിയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ക്യാമ്പിലെ അവസ്ഥകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ഫുട്ബോളിന് സംഭവിക്കുന്നത് അല്ലെ പ്ലേയേഴ്സിനെ പറ്റിയോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നില്ല. സഹല് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്നും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സഹലിനെയൊക്കെ സംബന്ധിച്ചിട്ട് സഹലൊക്കെ പ്രതിഷേധിക്കേണ്ട ആളാണ്. കാരണം സഹലിന്റെ പ്രായത്തിലുള്ള പ്ലേയേഴ്സൊക്കെ, അതായത് പുറത്തൊക്കെയുള്ള പ്ലേയേഴ്സൊക്കെ സഹലിനേക്കാൾ എത്ര ഇരട്ടി മത്സരങ്ങൾ ഇപ്പൊ കളിച്ചു എന്നറിയോ? സഹലിനേക്കാൾ എത്ര കൂടുതൽ ഗോളുകൾ അവർ നേടി, അസിസ്റ്റുകൾ നേടി, അങ്ങനെ വേണ്ട അവാർഡുകൾ നേടി, ട്രോഫീസ് നേടി. ശരിക്കും സഹലിനെ പറ്റി ഞാനിങ്ങനെ പറയുന്നതിന്റെ കാരണം ആളൊരു മലയാളിയാണ്. പിന്നെ ആള് ISL കളിച്ച് നടക്കേണ്ട ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആള് നല്ലൊരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. അപ്പോൾ സഹലിന്റെ ഒക്കെ റേഞ്ച് മാറേണ്ട ടൈമായി. സഹലൊക്കെ പുറത്തേക്കൊക്കെ ഉള്ള ലീഗുകളൊക്കെ കളിക്കേണ്ട ഒരു പ്ലെയർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. സഹലുണ്ട്, ലിസ്റ്റൻ കലാറൊക്കെ ഉണ്ട്, അങ്ങനെ ഒരുപാട് നിരവധി നല്ല പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവർക്കാർക്കും ഇത് വേണമെന്നില്ലേ? ഇവര് ഇന്ത്യൻ ടീമിനെ ഒതുങ്ങി കൂടാനുള്ള പരിപാടിയാണോ? ഇവര് വിരമിക്കുമ്പോഴും ഞാൻ കറണ്ട് നാഷണൽ പ്ലെയർ ആയിട്ട് വിരമിച്ചു എന്ന് മാത്രം വരുത്തി തീർത്താൽ മതി അവർക്കൊക്കെ. ഇന്ത്യൻ ഫുട്ബോൾ വളരണ്ടേ? ഇവർക്ക് ഒരു വേൾഡ് കപ്പ് കളിക്കണം എന്നില്ലേ? അപ്പോ ഇവരൊക്കെ മുമ്പോട്ട് വരണം. ഇവരൊക്കെ വന്നിപ്പം ആകാശ് മിശ്ര കാണിച്ച ഈ ഒരു ധൈര്യം എല്ലാവരും കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ വളരേണ്ടതായിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് സഹലൊക്കെ പോയിട്ട് നാഷണൽ ടീമിന് വേണ്ടിയിട്ട് വലിയ യൂറോപ്യൻ ടീമുകളായിട്ടും ലാറ്റിൻ അമേരിക്കൻ ടീമുകളായിട്ടും ഒക്കെ പന്ത് തട്ടുന്നത്, ഇന്ത്യയുടെ ജേഴ്സി ഇട്ട് പന്ത് തട്ടുന്നത് കാണാനുള്ള ആഗ്രഹം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഈ സാഫ് കപ്പും കളിച്ച് നടന്നാൽ മതിയോ? ഇവിടെ മാൽദീവ്സ് ആയിട്ടും ബംഗ്ലാദേശ് ആയിട്ടും പാകിസ്ഥാൻ ആയിട്ടും ഒക്കെ കളിച്ചിങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ. സാഫ് കപ്പ് എല്ലാ വർഷവും സാഫ് കപ്പ് കൊണ്ട് ഇവിടെ വെക്കുന്നുണ്ട്. ഇനിയിപ്പോ സാഫ് കപ്പ് വെക്കാൻ ഇവിടെ സ്ഥലമില്ലെന്നാ പറയുന്നത്. ഈ സാഫ് കപ്പ് കൊണ്ടിട്ട് എന്താ കാര്യം? അപ്പോ പ്രതിഷേധങ്ങൾ ചെയ്യേണ്ട സമയമാണിത്. അപ്പോ എന്തായാലും ആകാശ് മിശ്രയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആള് അതിനുള്ളൊരു ധൈര്യം കാണിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വേറെ ആരും ഇതുവരെ ഒന്നും കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം മുമ്പോട്ടുള്ള കാര്യങ്ങൾക്കായിട്ട്. താങ്ക് യു.